ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അച്ഛൻ കള്ളു കുടിക്കല്ലേ? അച്ഛനെന്നെ മനസ്സിലായില്ലേ? കള്ളു കുടിച്ചോണ്ട് അച്ഛനെന്നെ മനസ്സിലാവത്ത്. ഞാനാ അച്ഛ പപ്പി, അച്ഛന്റെ മോള്. രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കണ ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കണം. മതിയോ? ആ മതി. ഇനി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ. അത് വേണോ പാമേ? വേണം. ചിരിക്ക്. വാ പൊന്നി, നീയും വാ. ഇവളെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വാ പൊന്നി, വാടി. സത്യമേ, വാ വാ. ആ പൊന്നി, ഇനി നീ പോയി ഫോട്ടോ എടുക്ക്. പിള്ള വന്ന് നിൽക്കട്ടെ. ചെല്ലേ. വാ പിള്ളേ, വാ. പൊന്നി എടുക്ക. എവിടെ കാണിച്ചേ? രാഘവേട്ടാ, ഫോട്ടോ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടാ. സത്യാമേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ, സഹതാപമാണെങ്കിൽ പറയണ്ട. അതിപ്പോ കേൾക്കാനുള്ള ഒരു മൂടും എനിക്കില്ല. പറഞ്ഞാൽ അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് കരുതിയാ മതി. നാട്ടിൽ എനിക്ക് ചെറിയൊരു കൂരയുണ്ട്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്ന എന്റെ വീട്ടിൽ താമസിക്കാം. ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്കവിടെ താമസിക്കാം. ഒരാളും നിങ്ങൾ അവിടുന്ന് ഇറക്കി വിടില്ല. കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭാര്യയെ വിളിച്ച് ചോദിച്ചപ്പോ അവക്ക് 100 സമ്മതം. പിള്ളയുടെ മനസ്സിന് 100 നന്ദി. അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അല്ല, പിള്ളയുടെ വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയും 2 പെൺമക്കളും. പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതെ, ഇതൊക്കെ സത്യാമ്മയ്ക്ക് അറിയാലോ. അവർക്ക് കുട്ടികളുണ്ടെന്നും അറിയാലോ. അറിയാം പിള്ളേ. അപ്പൊ പിന്നെ എങ്ങനെയാ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വന്ന് നിൽക്കുന്നത്? എന്തായാലും പിള്ള ക്ഷണിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ആ, ഇനിയും നിങ്ങൾ രണ്ടുപേരും അകത്തെന്തെങ്കിലും ജോലി ഉണ്ടേ പോയി നോക്ക്. ഞാനും രാഘവേട്ടനും മുറ്റത്തെന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊന്ന് നിൽക്കട്ടെ. ചെല്ല. രാഘവേട്ട, എന്താ ആലോചിക്കുന്നത്? ഇങ്ങനെ സ്നേഹം മാത്രം നെഞ്ചി കൊണ്ടു നടക്കുന്ന ഈ പിള്ളയെ പോലുള്ളവരെയൊക്കെ ഇന്നത്തെ കാലത്ത് മഷിട്ട് നോക്കിയാൽ പോലും കാണില്ല പാമേ. നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്നുള്ള വഴി ആലോചിച്ചുകൊണ്ട് നടക്കുക ആ പാവങ്ങള്. നമ്മുടെ കാര്യത്തിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്.
എന്നിട്ട് നിനക്കൊരു കൂസലില്ല പാമേ. കൂസലുണ്ടായ വീടുണ്ടാവോ? പൈസ വരുവോ? അല്ല, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുവോ? വരട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ, നമുക്ക് അപ്പം നോക്കാം എന്ത് സംഭവിക്കൂന്ന്. രാഘവേട്ട, എന്ത് സംഭവിച്ചാലും ഒരു കൂരയ്ക്ക് താഴെ നമ്മൾ രണ്ടുപേരും ഉണ്ടാവും. അത് ഞാൻ ഉറപ്പ് തരാം. രാഘവേട്ട, എല്ലാ ഫോട്ടോകളും നന്നായിട്ടുണ്ടേ. അമ്മേ, നമ്മളെ കണ്ട അച്ഛൻ വഴക്ക് പറയോ? ഇല്ല മോളെ, മോളെ ഒന്നും പറയില്ല. മോള് പോയി അച്ഛനെ വിളിച്ചാ മതി. ശരി. അച്ഛനെ കൊണ്ടേ നമ്മളിവിടെ നിന്ന് പോവൂ അല്ലേ അമ്മേ? അതെ. അച്ഛാ, അച്ഛാ, അച്ഛൻ കള്ളു കുടിക്കല്ലേ? അച്ഛനെന്നെ മനസ്സിലായില്ലേ? കള്ളു കുടിച്ചോണ്ട് അച്ഛനെന്നെ മനസ്സിലാവത്ത്. ഞാനാ അച്ഛാ പപ്പി, അച്ഛന്റെ മോള്. അച്ഛൻ എന്റെ അടുത്ത് ദേഷ്യമാണോ?